യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഔഷധയിലേക്ക് കൊണ്ടുപോകുന്ന ഒരസുഖം നമുക്കുണ്ടെന്ന് ഡോക്ടർ നമ്മളെ ബോധ്യപ്പെടുത്തി. ആവശ്യമായ മരുന്നൊക്കെ നിർദ്ദേശിച്ചു. ഇത് കൃത്യമായിട്ട് നിങ്ങൾ കഴിക്കണം, ഇല്ലെങ്കിൽ ഈ അസുഖം കൂടും, പ്രയാസമാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ മരുന്ന് കഴിക്കാതെ അത് വകവെക്കാതെ പോയി വീണ്ടും രോഗം കൂടിയിട്ട് ഡോക്ടറെ പോയി കാണുമ്പോൾ വളരെ ഗൗരവത്തോടെ ഡോക്ടർ പ്രതികരിക്കുക. ഭയങ്കര ശാസനയായിരിക്കും. എന്നിട്ട് അവസാനം ഡോക്ടർ നമ്മളോട് പറയും, ഇത് സ്നേഹം കൊണ്ട് പറയാണ്, ഗുണകാംക്ഷ മുന്നിൽ വെച്ച് തന്നെ പറയണത്, വെറുപ്പുകൊണ്ടല്ല. ഈ മരുന്ന് നിങ്ങൾ കഴിച്ചാലുള്ളൂ ഇത് ഭേദമായി കിട്ടുക. ഇപ്പോൾ നമ്മൾ ഇത്രയും മെനക്കെടുന്നത് ഈ വിഭാഗത്തിലെ പണ്ഡിതന്മാർ അവരുടെ അനുയായികളുടെ മനസ്സിനെയാണ് ശരിക്കും എന്ത് ചെയ്യണത്, രോഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകണത്. അപ്പോൾ നമ്മളത് അവരോടുള്ളൊരു വെറുപ്പോ ദേഷ്യമോ അല്ല, വളരെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. ഇപ്പോൾ ഈ ഷബാബ് പോലും നമ്മളെടുത്ത് ഇവിടെ കേട്ടല്ലോ, അതിൽ ഓരോ വരികളും എടുത്തു നോക്കിയാൽ ഒരു അക്ഷരപൂജ അല്ലെങ്കിൽ അക്ഷരവായന എന്ന ഒരു പ്രയോഗം നടത്തിയിട്ട് എത്ര സുന്ദരമായ സ്വഹിയായ ഹദീസുകൾക്ക് നേരെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിമുഖത പ്രകടിപ്പിച്ചത് എന്ന് നമ്മൾ നോക്കണം. ഇനി ഇതിൻ്റെ ഒരു ഉദാഹരണം, ഇതിപ്പോൾ ഈ ഷബാബ് ഷബാബ് പറഞ്ഞാൽ 1985 ദ്വൈവാരികയായി തുടങ്ങി, പിന്നെ 975 വാരികയായി മാറ്റപ്പെട്ട, അന്നത്തെ കാലത്തൊക്കെ ശരിയായ പ്രമാണത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വളരെ വിപ്ലവം സൃഷ്ടിച്ച സംഗതിയാണ്. പിന്നെ 2000-ന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെന്താണ്, നമുക്ക് പ്രശ്നങ്ങളേ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അവിടെ മുതൽ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ ഇടപെട്ട് പറഞ്ഞു കൊടുത്ത് പോന്നിട്ടുണ്ട്.